കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം ഉടൻ. കേസിൽ ഇഡി അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, കുറ്റപത്രം സമർപ്പിക്കാനുള്ള തടസ്സം കെ രാധാകൃഷ്ണൻ MP-യെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിലായിരുന്നു ഇഡി. അത് ഇന്നലെ പൂർത്തിയായി. ഇനി കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? ആരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വരും? ആര്യ, ഇനി കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നതാണ് ഇഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമ കുറ്റപത്രത്തിലേക്ക് അവർ പോവുകയാണ്. ഈ മാസം അവസാനത്തോടെ ഈ അന്തിമ കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്, നേരത്തെയുള്ള കുറ്റപത്രത്തിൽ PR അരവിന്ദാക്ഷനാണ് പ്രധാനപ്പെട്ട ഒരു CPM നേതാവ്, പ്രാദേശികമായ CPM നേതാവ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അന്തിമ കുറ്റപത്രം വരുമ്പോൾ പ്രമുഖരായ ചില CPM നേതാക്കളിലേക്ക് കൂടി കേസ് എത്താനുള്ള സാധ്യതയാണ് വരുന്നത്. ആ രീതിയിലേക്കാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. ഈ അന്തിമ കുറ്റപത്രം വരുമ്പോഴാണ് ആരൊക്കെയായിരിക്കും അതിൽ പ്രതിസ്ഥാനത്തേക്ക് വരിക എന്നത് വ്യക്തമാകുകയുള്ളൂ. AC മൊയ്തീൻ അടക്കമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നേരത്തെ ഇഡി ഫ്രീസ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ശക്തമായ നടപടികളിലേക്ക് പോയിരുന്നു. CPM-ന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ആരൊക്കെയായിരിക്കും ഇനി പ്രതിസ്ഥാനത്തേക്ക് വരിക എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ പ്രമുഖരായ CPM നേതാക്കൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായി വരുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുറ്റപത്രം എന്നത്. കാരണം പാർട്ടിയെ ഇത്രയധികം പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട വേറെ ഇല്ല എന്നതാണ്. കാരണം സംസ്ഥാനത്ത് ഈ കരുവന്നൂരിൽ തുടങ്ങിയ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും വ്യാപിച്ച സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകൾക്ക് തുടക്കമിട്ട ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ ഈ കുറ്റപത്രത്തിൽ ഏതൊക്കെ പാർട്ടി നേതാക്കൾ കുടുങ്ങുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേസ് കൂടിയായി കരുവന്നൂർ മാറുമെന്ന കാര്യം തീർച്ചയാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ നിമിഷം മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കെ രാധാകൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും പറയുന്നു.